ഭാഗ്യക്കുറി വിപണിയിലെ തർക്കമില്ലാത്ത രാജാവായി അറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ എന്ന പേര് ഇന്ത്യൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ മാർട്ടിൻ കുടുംബം നേടിയത് വെറുമൊരു വിജയമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒരു രാഷ്ട്രീയ ജാക്ക്പോട്ടാണ്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി പടർന്നു കിടക്കുന്ന ഈ വിജയഗാഥയിൽ 3 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, 2 വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, എന്നാൽ ഒരേ കുടുംബത്തിലെ 3 അംഗങ്ങൾ എന്നിങ്ങനെ കൗതുകകരമായ ഘടകങ്ങൾ ഒത്തുചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഗോധയിൽ നേരിട്ടിറങ്ങാതെ തന്നെ തമിഴ് മണ്ണിലെ അധികാര കേന്ദ്രങ്ങളിൽ തന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന് സാധിച്ചിരിക്കുന്നു. ഇത് കേവലം ഭാഗ്യം കൊണ്ട് സംഭവിച്ച ഒന്നല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ നിക്ഷേപത്തിന്റെയും തന്ത്രപരമായ കരുനീക്കങ്ങളുടെയും ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിന്റെ രാഷ്ട്രീയ സ്വാധീനം പലപ്പോഴും തിരശീലയ്ക്ക് പിന്നിലായിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയ വ്യക്തി എന്ന നിലയിൽ വലിയ വിവാദങ്ങളിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തന്റെ കുടുംബാംഗങ്ങളെ തന്നെ നേരിട്ട് അധികാരത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത പാതകളും രാഷ്ട്രീയ സഖ്യങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നത് മറ്റൊരു നിരീക്ഷകനെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരേ കുടുംബത്തിൽ നിന്നുള്ളവർ പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ ചേരികളിൽ നിന്നുകൊണ്ട് വിജയിച്ച് കയറുമ്പോൾ അത് ആ കുടുംബത്തിന്റെ സ്വാധീന ശക്തിയാണ് അടിവരയിടുന്നത്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഉറപ്പാക്കുന്ന ഒരുതരം ഹെഡ്ജിംഗ് തന്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. തമിഴ്നാട്ടിലെ ലാൽഗുഡി മണ്ഡലത്തിൽ നിന്നുള്ള ലീമ റോസിന്റെ വിജയം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ്. സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയായ ലീമ റോസ് AIADMK ടിക്കറ്റിലാണ് മത്സര രംഗത്തിറങ്ങിയത്. ദശാബ്ദങ്ങളായി DMKയുടെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന ലാൽഗുഡിയിൽ ഒരു പുതുമുഖത്തിന്, അതും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ബിസിനസ് കുടുംബാംഗത്തിന് വിജയിക്കുക എന്നത് അസാധ്യമായ കാര്യമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഏതാണ്ട് 2500 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അവർ വിജയിച്ചു കയറി. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ധനികയായ സ്ഥാനാർത്ഥിയായിരുന്നു ലീമ റോസ് എന്നത് അവരുടെ പ്രചാരണ രീതികളെയും സ്വാധീനത്തെയും കുറിച്ച് സൂചന നൽകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഗെയിമിംഗ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ വലിയ നിക്ഷേപങ്ങളുള്ള മാർട്ടിൻ കുടുംബത്തിന്റെ കരുത്ത് ഈ മണ്ഡലത്തിൽ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു. ലീമ റോസിന്റെ വിജയം AIADMKയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. DMK സഖ്യത്തിന്റെ ആധിപത്യമുള്ള മണ്ഡലത്തിൽ ഒരു ബിസിനസ് പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചു. രാഷ്ട്രീയത്തിന് പുറമെ സാമൂഹിക സേവന രംഗത്തും മാർട്ടിൻ ഫൗണ്ടേഷനിലൂടെ ലീമ റോസ് സജീവമായിരുന്നു എന്നത് വോട്ടർമാർക്കിടയിൽ അവർക്ക് ഒരു സ്വീകാര്യത നൽകിയിരിക്കാം. എങ്കിലും പണമൊഴുക്കി വോട്ട് പിടിക്കുന്നുവെന്ന ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ശക്തമായി ഉയർത്തിയിരുന്നു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം വ്യക്തിപരമായ സ്വാധീനവും കുടുംബ മഹിമയും എങ്ങനെ വോട്ടായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ലീമ റോസിന്റെ ഈ വിജയം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. തമിഴ്നാട്ടിലെ വിജയങ്ങൾക്ക് പുറമെ തൊട്ടടുത്ത കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാർട്ടിൻ കുടുംബം തങ്ങളുടെ കൊടി നാട്ടി. സാന്റിയാഗോ മാർട്ടിന്റെ മകനായ ജോസ് ചാൾസ് മാർട്ടിനാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ലക്ഷ്യ ജനനായക കക്ഷി എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നിയമസഭാ സീറ്റ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പുതുച്ചേരിയിലെ കാമരാജ് നഗർ മണ്ഡലത്തിൽ നിന്നാണ് ജോസ് ചാൾസ് വിജയിച്ചത്. NDA സഖ്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം മത്സരിച്ചതെന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PK ദേവദാസിനെ ഏതാണ്ട് 6000-ഓളം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഒരു പുതിയ പാർട്ടിക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചത് മാർട്ടിൻ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയും രാഷ്ട്രീയ ബന്ധങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ്. ജോസ് ചാൾസ് മാർട്ടിന്റെ വിജയം പുതുച്ചേരി രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP നയിക്കുന്ന NDAയുമായി സഖ്യം ചേർന്നുകൊണ്ട് തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം സുരക്ഷിതമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സംരംഭകൻ എന്ന നിലയിലുള്ള തന്റെ കഴിവുകൾ ഭരണരംഗത്തും ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം. തമിഴ്നാട്ടിൽ അമ്മ AIADMKയുടെ ഭാഗമാകുമ്പോൾ പുതുച്ചേരിയിൽ മകൻ NDA സഖ്യത്തിന്റെ ഭാഗമാകുന്നത് മാർട്ടിൻ കുടുംബത്തിന്റെ രാഷ്ട്രീയ വൈവിധ്യത്തെയാണ് കാണിക്കുന്നത്. അധികാരത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കയറാൻ അവർ അത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തവണ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് നടൻ വിജയുടെ തമിഴക വെற்றிക്കഴകമാണ്. ഈ പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ മുൻനിരയിൽ തന്നെ സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനായ ആദവ് അർജുന റെഡ്ഡി ഉണ്ടായിരുന്നു. സാന്റിയാഗോ മാർട്ടിന്റെ മകൾ ഡെയ്സി മാർട്ടിന്റെ ഭർത്താവാണ് ആദവ് അർജുന. വിജയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായി അറിയപ്പെടുന്ന അർജുന വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത്. 17,300-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നേടിയ വിജയം
മണ്ഡലത്തിൽ ടി.വി.കെ എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കേവലം ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ടി.വി.കെയുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ അർജുന വലിയ പങ്ക് വഹിച്ചിരുന്നു. ആദവ് അർജുനയുടെ വിജയം മാർട്ടിൻ കുടുംബത്തിന് നൽകുന്ന മൈലേജ് വളരെ വലുതാണ്. തമിഴ്നാട്ടിലെ പുതിയ തലമുറയുടെ രാഷ്ട്രീയ വികാരമായി മാറിക്കഴിഞ്ഞ വിജയുടെ പാർട്ടിക്കുള്ളിൽ നിർണായക സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. DMK, AIADMK എന്നീ പാരമ്പര്യ കക്ഷികളെ വെല്ലുവിളിച്ചുകൊണ്ട് ടി.വി.കെ മുന്നേറുമ്പോൾ ആ വിജയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മാർട്ടിൻ കുടുംബത്തിന്റെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തെയാണ് കാട്ടുന്നത്. വില്ലിവാക്കം പോലുള്ള ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടിയത് അർജുനയുടെ വ്യക്തിപരമായ സ്വാധീനം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഭരണകക്ഷിയായ DMKയുടെ പടയോട്ടത്തെ തടഞ്ഞു നിർത്താൻ ടി.വി.കെക്ക് കഴിഞ്ഞതിൽ അർജുന റെഡ്ഡിയെ പോലെയുള്ള നേതാക്കളുടെ പങ്ക് നിസ്സാരമല്ല. സാന്തിയാഗോ മാർട്ടിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വളർച്ചയിൽ കേരളത്തിന് നിഷേധിക്കാനാവാത്ത ഒരു പങ്കുണ്ട്. ലോട്ടറി രാജാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിച്ചത് പ്രധാനമായും കേരളത്തിലെ വിപുലമായ ലോട്ടറി വിപണിയിലൂടെയായിരുന്നു. സിക്കിം ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ കോളിളക്കങ്ങളും ഇന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലെ കനത്ത അധ്യായങ്ങളാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്റെ ഭരണകാലത്ത് മാർട്ടിനെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളും അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പുറത്താക്കാൻ നടത്തിയ നീക്കങ്ങളും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർട്ടിൻ സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണങ്ങളും പലതവണ ഉയർന്നു വന്നിട്ടുണ്ട്. CPM മുഖപത്രമായ ദേശാഭിമാനിക്ക് മാർട്ടിൻ 2 കോടി രൂപ ബോണ്ട് നൽകിയെന്ന വാർത്ത ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ ഉലച്ച ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി സ്വാധീനമുറപ്പിക്കുന്ന മാർട്ടിന്റെ രീതി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിലെ സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകളിലൂടെ ഒഴുകിയ കോടിക്കണക്കിന് രൂപയാണ് മാർട്ടിന്റെ സാമ്പത്തിക അടിത്തറ ഇത്ര ശക്തമാക്കിയത്. ED അദ്ദേഹത്തിന്റെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ നടപടികളിലും കേരളത്തിലെ ലോട്ടറി അഴിമതി കേസുകൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് നാം കാണുന്ന മാർട്ടിൻ കുടുംബത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കും അധികാര തേരോട്ടത്തിനും പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ വേരുകൾ കേരളത്തിലെ ലോട്ടറി കച്ചവടവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട് മണ്ണിൽ അദ്ദേഹം നടത്തുന്ന ഈ രാഷ്ട്രീയ ജാക്ക്പോട്ട് നീക്കങ്ങളുടെ ആദ്യകാല പരീക്ഷണശാലകളിലൊന്ന് കേരളമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. സാന്തിയാഗോ മാർട്ടിൻ കുടുംബം ഇത്തവണ പ്രയോഗിച്ചത് ബിസിനസ് ലോകത്തെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ തന്ത്രമാണ്. ഒരു നിക്ഷേപകൻ തന്റെ പണം ഒരേയിടത്ത് നിക്ഷേപിക്കാതെ പലയിടങ്ങളിലായി വീതിച്ചു നൽകുന്നത് പോലെ മാർട്ടിൻ കുടുംബം തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ പല പാർട്ടികളിലായി വിന്യസിച്ചു. അമ്മ AIADMKയിൽ, മകൻ NDA സഖ്യത്തിൽ, മരുമകൾ ടി.വി.കെയിൽ. ഇതിലൂടെ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ഏത് പ്രധാന രാഷ്ട്രീയ ശക്തിയുമായും നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു പാലം മാർട്ടിൻ കുടുംബം നിർമ്മിച്ചെടുത്തു. ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ അധികാരം അത്യാവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായാകാം ഒരു ബിസിനസ് കുടുംബം ഇത്രയും കൃത്യതയോടെ ഒന്നിലധികം പാർട്ടികളിലൂടെ അധികാരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഈ വിജയങ്ങൾ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ചില ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പണബലവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെയും മണ്ഡലങ്ങളെയും വിലക്കെടുക്കാൻ സാധിക്കുമോ എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നു. സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ലഭിക്കാത്ത അവസരങ്ങൾ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നത് ജനാധിപത്യത്തിന്റെ തുല്യനീതി എന്ന തത്വത്തിന് വിരുദ്ധമല്ലേ എന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. എന്നാൽ മറുവശത്ത് ഈ സ്ഥാനാർത്ഥികളെല്ലാം ജനവിധി തേടി വന്നവരാണെന്നും ജനങ്ങൾ അവരെ അംഗീകരിച്ചതാണെന്നുമുള്ള വാദവും ശക്തമാണ്. തങ്ങളുടെ മണ്ഡലത്തിലെ വികസനത്തിന് പ്രാപ്തിയുള്ളവർ എന്ന നിലയിലാകാം വോട്ടർമാർ അവരെ തെരഞ്ഞെടുത്തത്. ഈ 3 വിജയങ്ങളോടെ തമിഴ്നാട് പുതുച്ചേരി രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി സാന്തിയാഗോ മാർട്ടിൻ കുടുംബം മാറിയിരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ ഇനി അവർക്ക് 3 വ്യത്യസ്ത വഴികളുണ്ട്. വരും വർഷങ്ങളിൽ തമിഴ് മണ്ണിലെ അധികാര സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ കുടുംബത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ടി.വി.കെ പോലുള്ള വളർന്നു വരുന്ന പാർട്ടികളിലെ അർജുന റെഡ്ഡിയുടെ സ്ഥാനം വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിലും ഭരണപരമായ തീരുമാനങ്ങളിലും നിർണായകമാകും. ബിസിനസ് സാമ്രാജ്യവും രാഷ്ട്രീയ അധികാരവും കൈകോർക്കുമ്പോൾ അത് നാടിന് ഗുണകരമാകുമോ അതോ വ്യക്തിപരമായ ലാഭത്തിന് മാത്രമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചുരുക്കത്തിൽ സാന്തിയാഗോ മാർട്ടിൻ കുടുംബത്തിന്റെ ഈ ട്രിപ്പിൾ വിൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോർപ്പറേറ്റ് സ്വാധീനം എത്രത്തോളം ശക്തമാകുന്നു എന്നതിന്റെ തെളിവാണ്. ലോട്ടറി വിപണിയിലെ തന്ത്രങ്ങൾ രാഷ്ട്രീയത്തിലും പയറ്റി വിജയിച്ച മാർട്ടിൻ കുടുംബം ഒരു പുതിയ അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണോ അതോ പണക്കൊഴുപ്പിന്റെ ആഘോഷമാണോ എന്ന തർക്കം നിലനിൽക്കുമ്പോഴും അധികാരത്തിന്റെ ജാക്ക്പോട്ട് അടിച്ച മാർട്ടിൻ കുടുംബം തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ കിങ് മേക്കർമാരായി മാറിയിരിക്കുകയാണ്. വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പാഠവുമാണ്, മുന്നറിയിപ്പുമാണ്.
അധികാരം നേടാൻ ആദർശങ്ങളെക്കാൾ കൂടുതൽ പ്രായോഗിക തന്ത്രങ്ങളും തക്ക സമയത്തുള്ള നിക്ഷേപങ്ങളും മതിയെന്ന പുതിയ രാഷ്ട്രീയ പാഠമാണ് ലോട്ടറി രാജാവും കുടുംബവും നമുക്ക് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.